അസാധാരണ നീക്കത്തിന് ഒരുങ്ങി ഡൽഹി സർവകലാശാല. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു മാസത്തേക്ക് പ്രതിഷേധങ്ങൾ വിലക്കിക്കൊണ്ട് സർവകലാശാല പ്രോക്ടറിന്റെ ഉത്തരവ് വന്നു. JNU, ജാമിയ, അംബേദ്കർ സർവകലാശാലകൾ എന്നിവിടങ്ങളിലും നിയന്ത്രണങ്ങൾക്ക് നീക്കമുണ്ട്. ഈ സർവകലാശാലകളിൽ പ്രതിഷേധത്തിന് പ്രത്യേക സ്ഥലം തയ്യാറാക്കാനും ആലോചനകൾ നടക്കുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ഡൽഹി സർവകലാശാലയുടെ അസാധാരണമായ നീക്കം. അടുത്ത ഒരു മാസത്തേക്ക് സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഡൽഹി സർവകലാശാല പുറത്തിറക്കി. സർവകലാശാല പ്രോക്ടറുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു മാസത്തേക്ക് ഈ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം ആ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ മാസം ഡൽഹി സർവകലാശാലയിലെ നോർത്ത് ക്യാമ്പസിൽ വിദ്യാർത്ഥി പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. UGC ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലായിരുന്നു ഈ പ്രതിഷേധമുണ്ടായിരുന്നത്. അത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ വിലക്കെന്നതാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഒരു മാസം എന്ന സമയപരിധി എന്തിനു വേണ്ടിയാണ് നിശ്ചയിച്ചതെന്ന കാര്യം വ്യക്തമല്ല. ഇതിനിടെ ഡൽഹിയിലെ തന്നെ ജവഹർലാൽ നെഹ്റു സർവകലാശാല, ജാമിയ മില്ലിയ സർവകലാശാല എന്നിവിടങ്ങളിലും ഈ പ്രതിഷേധ സമരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുവാൻ സർവകലാശാല അധികൃതർ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സർവകലാശാലയിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷേധം നടത്താൻ വേണ്ടി ഇനി അനുവദിക്കില്ല. മറിച്ച് പ്രത്യേക സ്ഥലങ്ങൾ, അതായത് ഡെസിഗ്നേറ്റഡ് സോണുകൾ പ്രതിഷേധ സമരങ്ങൾക്കായി കണ്ടെത്തി നീക്കിവയ്ക്കുവാനാണ് ഇപ്പോഴത്തെ നീക്കം. ഏതായാലും ഈ നീക്കത്തിന് വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രതിഷേധിക്കാനുള്ള തങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് വിദ്യാർത്ഥി സംഘടനകളും മറ്റും ചൂണ്ടിക്കാട്ടുന്നത്.